നേരെ നമ്പർ നോക്കണേ. പിന്നെ നിൽക്കുന്ന ഈ മൂലെല്ലാം നിൽക്കാം. ഇടതുഭാഗത്ത് 2 വടങ്ങളും വലിച്ചു പിടിക്കണം. മധ്യഭാഗത്ത് ചട്ടത്തിലേക്ക് കൂടുതൽ ആളുകൾ വലതുഭാഗത്തെ ചട്ടങ്ങളിലേക്ക് മുൻഭാഗത്തെയും പിൻഭാഗത്തെയും ഇരുമുറി ചട്ടങ്ങളിലേക്കും നമ്മൾ കരുത്തന്മാരങ്ങോട്ട് തോള് കൊടുത്ത് അങ്ങോട്ട് ആരും കാടുകളായി നോക്കി നിൽക്കാതെ തോള് കൊടുത്ത് അങ്ങോട്ട് ഉയർത്തിയേ ഇടതുഭാഗത്തെ ആ 2 വടവും വലിക്കണം. ആ മസിലൊക്കെ വന്ന് ഇണയട്ടെ, അങ്ങോട്ട് ഉയർത്തി മുന്നോട്ട് വന്നാട്ടെ. നമ്മുടെ 4 വശത്തെയും ചെറുപ്പക്കാരൊക്കെ എന്ത് മനോഹരമായിട്ടാണ് കുതിരയെടുക്കുന്നത്. വടക്കാർ പ്രത്യേക ജാഗ്രത പാലിക്കുക. സന്തുലിതമായിട്ടാണ് 4 മുറി ചട്ടങ്ങളും ഒരുപോലെ മുന്നോട്ട് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഭൂതനാഥന്റെ നേരെ പിന്നിലെത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ശ്രീകോവിലിന്റെ പ്രത്യേകത എന്താണെന്ന് അറിഞ്ഞാൽ ഈ മുൻഭാഗം പോലെ പ്രധാന ഗോപുരവാതിൽ പോലെ തന്നെയാണ് ഭഗവാൻ 4 ഭാഗത്തിരുന്നാലും കുതിരയെടുപ്പ് കാണാം. അതാണ് ശ്രീ ഭൂതനാഥന്റെ ശ്രീകോവിലിന്റെ പ്രത്യേകത തന്നെ. 4 ഭാഗത്തു നിന്നും ഭൂതനാഥന്റെ നെടുങ്കുതിരയെടുപ്പ് കാണാം. മുന്നോട്ട് കടന്നു വരികയാണ്. സൗന്ദര്യത്തോടുകൂടി കുതിരയെ അണിയിച്ചൊരുക്കി വളരെ മനോഹരമായി ചാത്തച്ചൂരിന്റെ ആ പ്രൗഢി വിളിച്ചറിയിച്ചുകൊണ്ടുള്ള കുതിരയെടുപ്പ് ചരിത്രത്തിന്റെ ആ കരുത്ത്, ആ സൗന്ദര്യം, ആ അഴക് വിളിച്ചറിയിച്ചുകൊണ്ട് ഇതാ 1ാം റൗണ്ടിലേക്ക് കടന്നു വരികയാണ്. നമ്മുടെ ദേശത്തിന്റെ ചെറുപ്പക്കാർ കടന്നു വരികയാണ്. ശ്രീ ഭൂതനാഥന്റെ തിരുവുത്സവവുമായി ബന്ധപ്പെട്ട് കുതിര കടന്നു വരികയാണ്. ആ ഭാഗങ്ങളിൽ നൽകുന്ന പ്രിയ ഭക്തജനങ്ങളുടെ ശ്രദ്ധ കുതിര സൗകര്യപ്രദമായി മുൻപോട്ട് നയിക്കുവാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. അതോടൊപ്പം തന്നെ ആ 4 മുറിച്ചട്ടങ്ങളിലേക്ക് ആൾക്കാർ കയറുന്നതുകൊണ്ട് കൃത്യമായും ആ കുതിരയെ നിവർത്തി നിർത്തി ശ്രീ ഭൂതനാഥന്റെ സന്നിധിയിലേക്ക് എത്തിച്ചുകൊണ്ട് ആക്കി വിളിച്ചുകൊണ്ട് കുതിരയെ എടുക്കുവാനും കുതിരയുടെ ലായത്തിൽ കുതിരയെ വഹിക്കുവാനും ഒക്കെ കരുത്തുള്ള ചാത്തന്നൂരിന്റെ പാരമ്പര്യമാണ് ശ്രീ ഭൂതനാഥന്റെ നെടുങ്കുതിര. ഒടിപടലങ്ങൾ ഉയരുന്ന ചുടലക്കളത്തിൽ ചതുര ചുവടുകളുടെ വിടവുകളിൽ കൂടി ഒടിചൂട പടയാളികളുടെ കുടുംബങ്ങൾ കിടകിട തകിടം മറിച്ചുകൊണ്ട് അസ്തമയ സൂര്യനെ സാക്ഷിയാക്കി ശ്രീ ഭൂതനാഥന്റെ സന്നിധിയിലെ നെടുങ്കുതിരയിൽ ഇതാ സൂര്യദേവന്റെ പൊന്നികിരണങ്ങൾ വീരവർണ്ണമാർന്ന പൊന്നികിരണങ്ങൾ തട്ടി പ്രതിഫലിച്ചുകൊണ്ട് ഇതാ ചാത്തന്നൂരിന്റെ മക്കളുടെ കരുത്തുറ്റ കരുതലങ്ങളിൽ വെട്ടിയാൽ വെട്ടേൽക്കാത്ത കരിവെട്ടിക്കാവലിൽ കടന്നെടുത്ത കരുത്തുറ്റ കരതലങ്ങളിലേക്ക് ഇതാ കടന്നു വരികയാണ്. അവിടെ തിരികെയാണ് ആ ഭാഗത്ത് കത്തിത്തിരിക്കുക. കുറച്ച് അല്പം ഒന്ന് മാറുക. പ്രിയമുള്ള ചെക്കന്മാരെ ഒരു അല്പം ഒന്ന് മാറി കൊടുക്കണം. ആ വടം പിടിക്കുന്നതിനുള്ള സൗകര്യങ്ങളൊക്കെ നമ്മൾ ഒരുക്കി കൊടുക്കണം. വളരെയേറെ സമഗ്രമായുള്ള ഒരു കർമ്മമാണ് അതിലൂടെ
ശ്രീഭൂതനാഥന്റെ കുന്നുകുതിരയെഴുന്ന ക്ഷേത്രസന്നിധിയെ വലംവെക്കുന്ന അസുലഭമായ മുഹൂർത്തം ശ്രീഭൂതനാഥന്റെ സന്നിധിയിൽ പുരുഷാരവത്തിന്റെ നടുവിലൂടെ ഇതാ ക്ഷേത്രസന്നിധി കീഴോട്ട് ക്ഷേത്രസന്നിധിയിൽ നിന്ന് വിടുതുയർത്തിയ ഭഗവാന്റെ പൊന്നുകുതിര ഇതാ തിരികെ ഇടതുഭാഗത്തെ വടം ശ്രദ്ധിക്കുക, ഇടതുഭാഗത്തെ വടക്കാർ ശ്രദ്ധിക്കണം. ആരുവരെ കാഴ്ചക്കാരായി നോക്കി നിൽക്കാതെ ആ തോള് കൊടുത്ത് അങ്ങോട്ട് കയറണം. അതാണ് വലതുഭാഗത്തെ ചട്ടത്തിലേക്ക് ആള് കയറണം. വളരെ മനോഹരമായ കുതിരയെടുപ്പ്. ഈ കുതിരയെടുപ്പ് കണ്ടാൽ എടുക്കുന്നതായല്ല, 4 ചക്രങ്ങളിൽ ഉരുട്ടിക്കൊണ്ടുപോകുന്നത് പോലെ സൗന്ദര്യമുള്ള കുതിരയെടുപ്പ്. 4 ചക്രങ്ങളിൽ ഉരുണ്ടു വരുന്നതായി തോന്നും. അതാണ് ഈ നാടിന്റെ ഒത്തൊരുമ. 4 ചട്ടങ്ങളും 4 മുറിച്ചട്ടങ്ങളും ഒരു മനസ്സായി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 4 മുറിച്ചട്ടങ്ങളും ഭൂതനാഥന്റെ സന്നിധിയെ ലക്ഷ്യമാക്കി 2ാം റൗണ്ടിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. മതവാത്സര്യ ബുദ്ധികളില്ലാതെ ക്ഷേത്രസന്നിധിയിൽ ശ്രീഭൂതനാഥന്റെ നെടുകുതിരയെ എടുത്തുയർത്തി അമ്മാനമാടുകയാണ് ചാത്തന്നൂരിന്റെ പ്രിയ മക്കൾ. ചാത്തന്നൂരിന്റെ ചരിത്രത്തെ മണ്ണും വിണ്ണും കാതോർത്തിരിക്കുമ്പോൾ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ അസ്തമിക്കുന്ന സൂര്യൻ മേഘപാളികൾക്കിടയിലൂടെ ഉളഞ്ഞും തെളിഞ്ഞുമായി ഭഗവാന്റെ തിരുകുതിരയ്ക്ക് മുകളിലായി പതിച്ചുകൊണ്ട് ആ പ്രകാശപൂരിതമായ പ്രകാശം ഈ പ്രദേശമാകെ ഒന്നാകെ അലപ്പിച്ചുകൊണ്ട് ശ്രീഭൂതനാഥന്റെ പൊന്നുകുതിരയെ ചാത്തന്നൂരിന്റെ മക്കളുടെ കയ്യിൽ സുരക്ഷിതമായി 2ാം റൗണ്ട് പൂർത്തിയാക്കി പടിഞ്ഞാറേ ഭാഗത്തേക്ക് എത്തിച്ചിരിക്കുകയാണ്. ശാന്തമായ ഒരു നദിയിലൂടെ ഒരു ചെറുതോണി. ആ ഇടതുഭാഗത്തെ വടക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇടതുഭാഗമാണ് ഉയർന്നു നിൽക്കുന്നത്. വലതുഭാഗത്തെ 2 മുറിച്ചട്ടങ്ങളിലും ആള് കുറവുണ്ടെങ്കിൽ അവിടെ കാഴ്ചക്കാരായി നോക്കി നിൽക്കാതെ അങ്ങോട്ട് താളത്തെ കരുത്തിന്റെ തലമുറയെ ശ്രദ്ധിക്കുവാനുള്ള ഏറ്റവും വലിയ ഒരു നിമിഷവും സന്ദർഭവുമാണല്ലോ. കരുത്തുള്ള ഒരു തലമുറയെ ശ്രദ്ധിക്കുവാൻ, പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ കൽപ്പുള്ള ഒരു തലമുറയെ ശ്രദ്ധിക്കുവാൻ ആരെയും കൊണ്ട് നോക്കി നിൽക്കാതെ കരുത്തുള്ള ചെറുപ്പക്കാർ അവരുടെ തോളങ്ങോട്ട് കൊടുത്തെടുത്തുകൊണ്ട് 2ാം റൗണ്ടിലേക്ക് കടന്നു പറയുന്നതാണ് മനോഹരമായ മുന്നേറ്റം. ആ പടങ്ങളുടെ സത്യത്തിലാണ് എടുക്കുന്നതായി തോന്നുന്നത്. 4 ചക്രങ്ങളെ പോലെ അങ്ങനെ മനോഹരമായ വളരെ ശാന്തമായി പടം വലിക്കുക
ഇടതുഭാഗത്ത് വടം. വലത് ഭാഗത്തെ ചട്ടം ഉയർത്തുക. ഇടതുഭാഗത്ത് വടം വലിച്ചാലേ വലതുഭാഗത്തെ ചട്ടം ഉയരും. ഇടതുഭാഗത്തെ വടക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക. ആ ചാതു കിടക്കുന്ന ചട്ടം ഒരേപോലെ നിവർത്തി നിർത്തിക്കൊണ്ട് ഭഗവാൻ വടക്കാർ ശ്രദ്ധിക്കണം. അവിടെ സംസാരിച്ച് നിൽക്കാതെ ആ വടക്കാർ വടം വലിച്ചു മാറ്റ്. ഇടത്തെ വടം, ഇടതുവശം പിന്നിലെ വടം, അത് തന്നെ. വടത്ത് ശ്രദ്ധിക്കും. നിങ്ങൾ സംസാരിക്കാതെ വടത്ത് ശ്രദ്ധിക്കും. മുമ്പോട്ട് പോട്ടെ, മുമ്പോട്ട് പോട്ടെ, മുൻപോട്ട് നയിക്കാവുന്നതാണ്. കുതിരയെ മുൻപോട്ട് നയിക്കുക. മുമ്പോട്ട് പോട്ടെ. ആ വടക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക. സംസാരത്തിൽ ശ്രദ്ധിക്കരുത്. ആ വടക്ക് ഭാഗത്ത് വടം പിടിക്കുന്ന പ്രിയ സംഘാടകർ ആ വടം വലിച്ചു പിടിക്കുക. ആ എടുക്കുന്ന താങ്ങ് കൊടുക്കുക. ഇടതുഭാഗത്ത് വടം വലിക്കുക. അതെ, ഇടതുഭാഗത്തെ വടം വലിക്കുക. ആ ചാഞ്ഞു നിൽക്കുന്ന ഭാഗം ഉയർത്തുക. ആരും മനോഹരമായിട്ട് ഇടതുഭാഗത്ത് വടം വലിക്കുക. വിനോദിന്റെ ഭാഗത്ത് വടം വലിക്കും. ഇടതുഭാഗത്ത് വടം വലിച്ചുകൊണ്ട് ആ വലതുഭാഗത്തെ ചട്ടനായി ആളെ കയറണം. ആയിരക്കണക്കിന് പേര് കാഴ്ചക്കാരെ നോക്കിയ തോളങ്ങോട്ട് കൊടുക്കുക. നിങ്ങൾക്ക് കരുത്തുണ്ടല്ലോ, അങ്ങോട്ട് തോള് കൊടുക്കും. നമ്മുടെ ചെറുപ്പക്കാർ അങ്ങനെ കത്രിക കൂട്ടൊക്കെ അങ്ങോട്ട് ഉയർത്തിയ ആരോഗ്യമുള്ള ചെറുപ്പക്കാർ മനോഹരമായ കുതിരയുടെ മുന്നോട്ട് കേട്ടോ. അതാണ് ആവേശം, അതാണ് ഒത്തൊരുമ, അതാണ് ഐക്യം. 4 കത്രിക പൂട്ടിനെ കൊണ്ട് പൊക്കിയ ചെറുപ്പക്കാര്. കത്രിക പൂട്ട് അറിയാമല്ലോ നിങ്ങൾക്ക്. ഇപ്പുറത്ത് നിൽക്കുന്ന മുതിർന്നവരോട് ചോദിച്ചാൽ മതി. ചെറുപ്പക്കാര് അങ്ങനെ പോട്ട് മുന്നോട്ട്. എപ്പോഴും നമ്മൾ കുതിരയെടുപ്പിന്റെ ഒരു ഭൗതിക സാഹചര്യം നോക്കിയിട്ട് ഇടതുഭാഗത്തെ വടക്കാർ കൂടുതൽ ശ്രദ്ധിക്കണം. കുതിരയുടെ ഒരു പോക്ക് എങ്ങനെയാണ്. ഇടതുഭാഗത്തെ വടക്കാർ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം വലതുഭാഗത്തെ വടം ക്ഷേത്രത്തിനോടൊപ്പം നിൽക്കുന്നത് കൊണ്ട് അവിടെ വലുതായിട്ട് അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇടതുഭാഗത്തെ വടക്കാരാണ് കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടത്. ഇടതുഭാഗത്തെ വടക്കാരാണ് പ്രത്യേകം ജാഗ്രത പാലിക്കേണ്ടത്. അങ്ങനെ വളരെ മനോഹരമായ കുതിരയെടുപ്പ് ഭൂതനാഥന്റെ മണ്ണിലേക്ക് കടന്നു വരികയാണ്. ചാത്തന്നൂരിന്റെ ഭൂതനാഥന്റെ പൊന്നുകുതിര ഇതാ ക്ഷേത്രധനിയിൽ ചാത്തന്നൂരിന്റെ മക്കളുടെ കൈകൾക്ക് നിന്ന് അമ്മാനമാടുകയാണ്. അങ്ങോട്ട് ആള് വലത്തെ ചട്ടത്തിലേക്ക് പൂർണ്ണമാകാനുള്ള സമയമായി. കുതിരയെടുപ്പ് മനുഷ്യ മഹാസാഗരത്തിൽ മധ്യത്തിൽ ഒരു മഹാനൗകയെ പോലെ അതീവ സൗന്ദര്യത്തോടുകൂടി ഭൂതനാഥന്റെ നെടുംകുതിര പരിലസിക്കുകയാണ്. ഈ 4 വശവും നിങ്ങൾ ആ കെട്ടിടത്തിന്റെ മുകളിലൊക്കെ നിൽക്കുന്നവർക്ക് കാണാൻ കഴിയും. ഒരു വലിയ മനുഷ്യ മഹാസമുദ്രത്തിന് നടുക്കൂടെ ഒരു പായ്വഞ്ച് കടന്നു പോകുന്നത് പോലെ മനോഹരമായി ശാന്തമായി നെടുംകുതിര കടന്നു വരികയാണ്. 3 റൗണ്ട് പൂർത്തിയാക്കി അവിടെ നിശ്ചിത സ്ഥലത്ത് ഇറക്കി വെക്കുവാനുള്ള ക്രമീകരണം ക്ഷേത്ര ഉത്സവ കമ്മിറ്റി ഭാരവാഹികൾ ആ ഭാഗത്തേക്ക് എത്തണമെന്നറിയിക്കുകയാണ്. കുതിരപ്പന്തിയിലേക്ക് ഇറക്കി വെക്കേണ്ട നിർദ്ദേശങ്ങളുമായി നമ്മുടെ ക്ഷേത്ര ഭാരവാഹികൾ ആ ഭാഗത്തേക്ക് എത്തണമെന്നറിയിക്കുകയാണ്. വളരെ സമാധാനപരമായ ഉത്സവം നാടിന്റെ ഐക്യം വിളിച്ചറിയിക്കുന്ന സാക്ഷാൽ ശ്രീ ധർമ്മശാസ്താവ് സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും പ്രതീകമാണ്. ശ്രീധർമ്മശാസ്താവ് ആരെയും ദ്രോഹിക്കാത്ത, ചരിത്രമില്ലാത്ത സാക്ഷാൽ ധർമ്മശാസ്താവ് തന്റെ വിഗ്രഹിച്ച് കൂടച്ചേർക്കുന്നതല്ലാതെ ഏറ്റവും സമാധാന പ്രിയനായ സാക്ഷാൽ ഭഗവാൻ വലതുഭാഗത്തേക്ക് ആളില്ല. വലതുഭാഗത്തേക്ക് ചട്ടത്തിലേക്ക് ആളും ചെല്ലുക. ഇടതുഭാഗത്തെ വടം വലിച്ചു പിടിക്കുക. ഇടതുഭാഗത്തെ വടം വലിച്ചു പിടിച്ചുകൊണ്ട് വലതുഭാഗത്തെ ചട്ടത്തിലേക്ക് ആളുകൾ എത്തുക. ഭക്തജനങ്ങൾ കൊണ്ട് തോട് കൊടുത്തു. ഇനി കുറച്ചുകൂടി ഉണ്ടല്ലോ മുമ്പോട്ട്. അങ്ങോട്ട് ചെല്ലുക. വടം വലിച്ചു പിടിച്ചുകൊണ്ട് ആരും കരുത്ത് ഭഗവാൻ തരും. ആരോഗ്യം നമുക്കുണ്ട്. കരുത്ത് ഭഗവാൻ തരും. നിങ്ങൾ ഉയർത്തുക. അതുപോലെ വാത്സല്യബുദ്ധികളില്ലാതെ തന്നെ ക്ഷേത്രത്തിലെ അത്തംതിരുനാൾ മഹോത്സവത്തിൽ പ്രവർത്തിക്കുന്ന ശ്രീ ഭൂതനാഥന്റെ കുതിരയെ മതവാത്സല്യബുദ്ധികളില്ലാതെ ഒരൽപ്പം പോലും വാത്സല്യമില്ലാതെ ഉയർത്തണമെന്ന് അറിയിക്കുകയാണ്. ആ താഴ്ന്നു കിടക്കുന്ന ചട്ടം കൃത്യമായി തട്ടി നിവർത്തി കൃത്യമായും
ഇവർക്ക് നൽകിക്കൊണ്ട് മുന്നോട്ട് നയിക്കാവുന്നതാണ്. ക്ഷേത്ര ഭാരവാഹികൾ എത്തി കൃത്യസ്ഥലത്ത് അറിയിക്കുകയാണ്. സത്യത്തിൽ ഈ 3 റൗണ്ട് പൂർത്തിയായത് അത്രയ്ക്ക് മനോഹരമായ കൃത്യതയോടെയുള്ള കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോടുകൂടിയുള്ള നമ്മുടെ 4 കരകളിലുള്ള ചെറുപ്പക്കാർ അത് കൃത്യമായി നിർവഹിച്ചു എന്നുള്ളതാണ്. കൃത്യതയാർന്ന ആ മുന്നേൽപ്പ് ഒരു അനവസരവുമില്ലാതെ മനോഹരമായ മുന്നേൽപ്പ്. കുതിരയെ മുൻപോട്ട് നയിക്കാവുന്നതാണ്. പ്രിയ സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക, കുതിരയെ മുൻപോട്ട് നയിക്കാം. നമ്മുടെ ദേശത്തിന്റെ ദേശീയോത്സവമാണ്. അതിന്റെ അഭിമാനം വാനോളം ഉയർത്തുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായും മത്സരബുദ്ധികളില്ലാതെ ആ 4 മുറിച്ചട്ടവും വലിയ രീതിയിലാക്കി കുതിരയെ മുൻപോട്ട് നയിക്കാം. കുതിരയെ മുൻപോട്ട് നയിച്ച് 3ാം റൗണ്ട് പൂർത്തിയാക്കി കുതിരപ്പള്ളിയിൽ ഇറങ്ങി വയ്ക്കാവുന്നതാണ്. മുൻപോട്ട് നയിച്ച് ഒരു തവണ കൂടി ശ്രീ ഭൂതനാഥിന് അഭിമുഖമായി നിർത്തിയ പ്രവൃത്തിയൊക്കെ ഭഗവാന്റെ ഗുരുസന്നിധി അഭിമുഖമായി നിർത്തിക്കൊണ്ട് ഭഗവാന് മുഖം കാണിച്ചുകൊണ്ട് നാടി വിളിച്ച് നമ്മുടെ ചാത്തന്നൂരിന്റെ ഉത്സവ പ്രതികളിൽ വാനോളം ഉയർത്തുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ധാർമ്മികമായ ഉത്തരവാദിത്തമാണ് എന്നുള്ളതുകൊണ്ട് തന്നെ യാതൊരു വിധമായ മാത്സര്യ ബുദ്ധികളുമില്ലാതെ ഭഗവാന്റെ ആ പൊന്നുകുതിരയിൽ മുൻപോട്ട് നയിക്കാം. ആ കാഴ്ചക്കാരായി നോക്കി നിൽക്കുന്ന പ്രിയ സുഹൃത്തുക്കൾ എല്ലാവരും തന്നെ ഒരേ മനസ്സോടുകൂടി ആ ഗോൾ കൊടുത്ത് കുതിരമുണ്ടിലേക്ക് 3 റൗണ്ട് കുതിരപ്പള്ളിയിൽ എത്തിയിരിക്കുകയാണ്. ക്ഷേത്ര ഭാരവാഹികൾ അവിടെ എത്തി കുതിരയെ ഇറക്കി വിടാനുള്ള ക്രമീകരണം ചെയ്യണമെന്ന് അറിയിക്കുക. 3ാം റൗണ്ട് 2ാം മുന്നോട്ട് വരിക. കുതിരയെ മുൻപോട്ട് നയിക്കാവുന്നതാണ്. പ്രിയ സഞ്ചാരങ്ങളുടെ ശ്രദ്ധയ്ക്ക് ഒരു തവണ കൂടി ഭഗവാന് അഭിമുഖമായി നിർത്തിക്കൊണ്ട് 3 റൗണ്ട് ത്രിലോകമാണ് സങ്കല്പിക്കുന്നത്. ഭൂമി, ആകാശം, പാതാളം. അങ്ങനെ 3 ലോകത്തിനെ സങ്കല്പിക്കുന്നതാണ് ഭഗവാന്റെ തിരുസന്നിധി. ആ പൊന്നുകുതിരെ 3ാം റൗണ്ടിലേക്ക് എത്തിക്കണമെന്ന് അറിയിക്കുകയാണ്.